കയ്യേറ്റക്കാരാണോ അവരോട് കർക്കശമായിരിക്കും സമീപനം. ഒരു വിട്ടുവീഴ്ചയുണ്ടാവില്ല. എന്ത് പഴച്ചു കുരിശ്. ഈ പറയുന്ന കുരിശെന്നത് ഈ കേരളത്തിലെ ഒരു നല്ലൊരു വിഭാഗം ജനങ്ങൾ വലിയ തോതിൽ വിശ്വസിക്കുകയും പ്രതീക്ഷയോടെ നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരു അടയാളമാണല്ലോ. അതിന്റെ മേലെ കൈവെക്കാൻ പോകുമ്പോ ഈ സംസ്ഥാനത്ത് ഒരു സർക്കാർ ഉണ്ടാകുമ്പോൾ ആ സർക്കാരുമായി ആലോചിക്കാൻ തയ്യാറാകണ്ടേ? ഇന്ന കാലത്ത് അവിടുത്തെ ജില്ലാ ഭരണാധികാരിയെ വിളിച്ച് ഞാൻ ചോദിച്ച ചോദ്യമാണിത്. നിങ്ങൾ ആരോട് ചോദിച്ചാണ് ചെയ്തത്? ഇവിടെ ഒരു സർക്കാരുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ടേ? എന്തുകൊണ്ട് നിങ്ങൾ അതിന് തയ്യാറായില്ല? എന്തിനാണ് എന്തോ മഹാകയ്യേറ്റം എന്ന മട്ടിലുള്ള ഒരു ഭീകരമായ ഒഴിപ്പിക്കലിന് തയ്യാറെടുത്തത്? 144 അവിടെ പ്രഖ്യാപിക്കുന്നു. ആ സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നില്ല ഇതെല്ലാം പൊളിച്ചു കഴിഞ്ഞു. ഞാൻ അപ്പോ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ അവിടെ പൊളിക്കാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ട് കാണുന്നത്. അവരെ പൂർണ്ണമായും തിരിച്ചു വരണം, 144 പിൻവലിക്കണം. അവിടെയുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് പിന്നീട് ചർച്ച ചെയ്ത് തീരുമാനിക്കാം. കാരണം അനാവശ്യമായ ഒരു വികാരം സൃഷ്ടിക്കാനാണ് ഉദ്ദേശം. കേരളത്തിലെ LDF സർക്കാർ കുരിശിനെതിരെ യുദ്ധം നടത്തിയൊരു സർക്കാരാണ് എന്ന പ്രതീതി ഉണ്ടാക്കലല്ലേ ഇതിന്റെ പിന്നിൽ. ഇത് വളരെ ഗൗരവമായിട്ടാണ് സർക്കാർ കാണുന്നത്.